അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സമ്പത്ത് വേണോ? നിങ്ങൾക്ക് പൈസക്കാരനാവണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടോ? എന്തെങ്കിലും പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ടോ? അതൊക്കെ കടമൊക്കെ വീടിയിട്ട് പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ഹയറായ ജീവിതത്തിൽ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായ സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് കിട്ടണോ? നിങ്ങൾ ഈ ഒരു അമല് ചെയ്തോളി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പടച്ച റബ്ബ് മാറ്റി. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ ഈ ഒരു ദിക്റ് നിയ്യത്താക്കിയിട്ട് ചൊല്ലാനും തുടങ്ങിയാൽ നിങ്ങൾക്ക് ഫലം ഇരട്ടിയായിരിക്കും. ഒന്നും രണ്ടും ദിവസം ചൊല്ലിയിട്ട് നിങ്ങൾ എനിക്ക് ഫലം കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിക്കരുത്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാലാണ് നമുക്കിതിനുള്ള ഫലം കിട്ടുക. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും, നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടും. ഇത് നമ്മുടെ മുത്തുനബി നമുക്ക് പറഞ്ഞു തന്ന ഒരു ദിക്റാണ്. നമ്മുടെ മുത്തുനബിയുടെ ജീവിതത്തിൽ മുത്തുനബി ധാരാളം അധികരിപ്പിച്ച ഒരു ദിക്റാണ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദിക്റും കൂടിയാണ്. നമ്മൾ ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണിത്. ഈ ദിക്റ് ചൊല്ലിയാൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പടച്ച റബ്ബ് നമുക്ക് മാറ്റിത്തരും. അതുപോലെ നബിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറിയിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അള്ളാഹു തരും. ഈ ഒരു തസ്ബീഹ് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലിയാൽ അന്ത്യനാളിൽ അവന് കൊണ്ടുവന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് ആരും കൊണ്ടുവരുന്നതല്ല. അവനെപ്പോലെ ചൊല്ലിയവനോ അതിൽ കൂടുതൽ ചൊല്ലിയവനോ ഒഴികെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത്രക്ക് മഹത്വമുള്ള ഒരു ദിക്റാണ്. ഈ ഒരു ദിക്റ് നിങ്ങൾ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ സുബഹി നിസ്കാര ശേഷം 100 തവണ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. അള്ളാഹു നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും എന്ന് തന്നെ പറയാം. നമ്മളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാണ്. മുത്തുനബി ഒരു സഹാബിയോട് പറഞ്ഞതാണ്, ദാരിദ്ര്യം മാറാനായിട്ട് സുബഹി നിസ്കാര ശേഷം ഈ ഒരു ദിക്റ് 100 വട്ടം ഡെയിലി ജീവിതത്തിൽ പതിവാക്കിയാൽ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുമെന്ന് പറഞ്ഞു തന്നതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞ കാലയളവിലുള്ള നമ്മുടെ ഈ ഒരു കുറഞ്ഞ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ദിക്റ് പതിവാക്കുക. നമുക്ക് ഇഹത്തിലും വിജയം കിട്ടും, പരത്തിലും വിജയം കിട്ടും. ഇഹത്തിൽ നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തിക ശേഷി നമ്മൾ പോലും അറിയാതെ നമ്മുടെ കടങ്ങളൊക്കെ വീടി നമ്മളെ ജീവിതം എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെട്ടത് എന്ന് പോലും നമുക്ക് തിരിയില്ല. അങ്ങനെ നമ്മൾ മാറിത്തീരും. നിങ്ങൾ ചൊല്ലേണ്ട ആ ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഒരു ദിക്റാണ് നമ്മുടെ മുത്തുനബി ധാരാളം അധികരിപ്പിച്ചത്. ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ദിവസവും ഈ ഒരു ദിക്റ് ധാരാളം അധികരിപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ പരലോക ജീവിത വിജയത്തിന് രാവിലെയും വൈകുന്നേരവും 100 തവണ നിത്യവും ചൊല്ലാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനായിട്ട് നിങ്ങൾ സുബഹി നിസ്കാര ശേഷം നിത്യവും ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിയായിട്ട് കൂടെ കൂട്ടുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരിക. നിങ്ങളുടെ ഒരു ലൈക്ക് കാരണം ഈ ഒരു വീഡിയോ ഒരുപാട് പേരുടെ മുന്നിലെത്തും. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഈ ഒരു വീഡിയോ എത്തി ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളായിരിക്കും അതിന് കാരണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനലിൽ നോട്ട് ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.